നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 33 അംബരീഷചരിതം ശ്ലോകം 7. താവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യപാസ്തഃ സർവം യയൗ സ ച ഭവന്തമവന്തതൈവ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ധാവൻ അശേഷ ഭുവനേഷു ചേർത്ത് ചൊല്ലുമ്പോൾ ധാവന്നശേഷ ഭുവനേഷു. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭുവനേഷു എന്നുള്ളതിൻ്റെ ഭൂന്ന് ഊന്നി പറയാനുള്ളതാണ്. ഭിയ എന്നുള്ളതിൻ്റെ ഭീന്ന് ഊന്നി പറയണം. സ പശ്യൻ വിശ്വത്ര. പശ്യൻ എന്നുള്ളതിൻ്റെ ശ്യ നാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. അതേപോലെ വിശ്വ നാവാള ചിഹ്നം. വിശ്വത്ര ചക്രം അപിതേ. ചക്രം അപിതേ ഗതവാൻ വിരിഞ്ചം. വിരിഞ്ചം എന്നുള്ളതിൻ്റെ ജ എന്നുള്ളത് ഞാ ച എന്നാണ്. അടുത്ത ലൈന് ക, അവിടെ വിസർഗം. കാലചക്രം അതിലംഘയതീത്യപാസ്ത. കാലചക്രം അതിലംഘയതി ഇതി അപാസ്ത ചേർത്ത് ചൊല്ലുമ്പോൾ കാലചക്രമതിലംഘയതീത്യപാസ്ത. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സർവം എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഷാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ലംഘയതി എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. യയൗ സ ച ഭവന്തം അവന്തത ഏവ ചേർത്തിട്ട് ഭവന്തമവന്തതൈവ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഒന്ന് എന്താന്നാണ്. ഭവന്തം എന്നുള്ളതിൻ്റെ എന്താന്നാണ്. അവന്തത എന്നുള്ളതിൻ്റെ എന്ത് നാദ്. അത് വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ഒന്ന് ഭവന്തം, ഒന്ന് അവന്തത ഏവ. അങ്ങനെ നിർത്താം. ഭവന്തമവന്തതൈവ. ധാവന്നശേഷ ഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യപാസ്തഃ സർവം യയൗ സ ച ഭവന്തമവന്തതൈവ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ഭൂയോ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവൻ നിലയം ഏത്യ. ഭവൻ നിലയമേത്യ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മുനിം നമന്തം പ്രോജേ ച എന്നാണ്. ഭവാൻ അഹം ഋഷേ. ഭവാൻ അഹം ഋഷേ. ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. നനു ഭക്തദാസ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്ത എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. ജ്ഞാനം ജ ഞാനാണ്. ജ്ഞാനം തപ ച തപശ്ച വിനയാന്വിതം ഏവ മാന്യം. വിനയാന്വിതമേവ മാന്യം. യാഹി അംബരീഷപദം ഏവ ഭജ ഇതി. യാഹി അംബരീഷപദമേവ ഭജേതി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭജേ എന്നുള്ളതിൻ്റെ ഭൂമൻ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. യാഹി അംബരീഷപദമേവ ഭജേതി ഭൂമൻ. അങ്ങനെ നിർത്താം. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഹരിനാരായണ ഗോവിന്ദ
ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.